നാളത്തെ ദിവസം ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിമറയും. ഉമ്മയിൽ നിന്ന് വഅബീഹി, പിതാവിൽ നിന്ന് ഓടിമറയും. വസ്വാഹിബതിഹി, ഭാര്യയിൽ നിന്ന്. വബനീ, മക്കളിൽ നിന്ന്. എന്തിനാ ഓടുന്നതെന്നറിയോ? ഇടപാടുകളിൽ പ്രശ്നങ്ങൾ വന്നിരിക്കാൻ സാധ്യത കൂടുതൽ നമ്മോട് തൊട്ടടുത്ത് ജീവിക്കുന്നവരോടാണ്. ഏതോ നാട്ടുകാർ നമുക്ക് വല്ല ഇടപാടുണ്ടോ? അവരോട് ഒരിടപാടുമില്ല. നേരെമറിച്ച് ഉമ്മയോട്, വാപ്പയോട്, ഭാര്യയോട്, മക്കളോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, അവരോട് ചെയ്ത അനീതികൾക്ക് പകരം നാളെ ഹസനാത്ത് എടുത്തു കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണ് ഈ ഓടുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. എന്തിനാ ഓടുന്നറിയോ? പടച്ചോനെ, എൻ്റെ ജ്യേഷ്ഠനോട് ഇന്നത് ചെയ്തല്ലോ, വീട് പണി എടുക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു, അനുജനെ ഏൽപ്പിച്ചു, ഇവിടെ പൈസ അയച്ചു കൊടുത്തു, അനുജൻ കമ്മീഷൻ പറ്റി. ആർക്ക്? സ്വന്തം ഏട്ടനുണ്ടായി കൊടുക്കുന്ന വീടാണ്, പക്ഷെ അനുജൻ കമ്മീഷൻ. എത്ര കമ്മീഷന്? ലോഡർക്കിന്, സിമെന്റിന് ഇത്ര, മണലിന് ഇത്ര, കമ്പിക്ക് ഇത്ര, ഇന്ത്യയുടെ ഡെക്കറേഷനിൽ ഇത്ര. ആര്? സ്വന്തം ചോരയിൽ പിറന്ന ആളിന് ഒരു മനുഷ്യൻ അധ്വാനിച്ച് ചെയ്യേണ്ട സേവനം, അതിന് കൂലിയായിട്ട് ആരാണോ അത് ഏൽപ്പിക്കുന്നത് അവർ കൊടുക്കണം എന്നാണ്. ഇനി കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അവനെ കൊണ്ട് പറ്റുന്ന ഏറ്റെടുത്താൽ മതിയല്ലോ. കൂലിയില്ലാതെ ഏറ്റെടുത്താൽ പിന്നെ അവരറിയാതെ അതിൽ നിന്ന് പൈസ വലിക്കുക, അതിൽ നിന്ന് സമ്പാദിക്കുക, ആ പൈസ മുഴുവൻ ആ വീട് പണിക്ക് ചെലവഴിക്കാതിരിക്കുക. എത്ര നടക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ? പറയില്ലേ, ആരും വിശ്വസിക്കാൻ വയ്യ, ആരും വിശ്വസിക്കാൻ വയ്യ. മക്കളുടെ പൈസ എടുത്ത് അടിച്ചു മാറ്റുന്ന വാപ്പാര് വരെ ഉണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു അലം. പിന്നെ എങ്ങനെ വിശ്വസിക്കാം? അമാനത്താണ്, അത് തൊട്ടുവിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പറയണം, ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കിതിന് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ, എനിക്കിതിന് ഒരു ലാഭം എടുക്കാൻ പറ്റുമോ, ഞാൻ ഇത്ര പൈസ ഇതിൽ എടുത്തു മാറ്റുന്നുണ്ട്, അത് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ചോദിക്കണം, സമ്മതം വാങ്ങിക്കണം. അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ്. ആരാണ് അങ്ങനെയൊക്കെ സൂക്ഷ്മതയിൽ ചെയ്യുന്നത്? പറയൂല, എനിക്ക് അയച്ചൊന്ന പൈസ ഞാൻ റെഡിയാക്കി കൊള്ളാം. എല്ലാത്തിനും ആശാരിമാരെ വിളിക്കണിൽ വരെ കമ്മീഷൻ. ടൈൽസിന് കമ്മീഷൻ, മാർബിളിന് കമ്മീഷൻ, ഇലക്ട്രിക് വർക്കിൽ, പ്ലംബിങ്ങിൽ, സ്വിച്ചിന്, ബോർഡിന്, എല്ലാത്തിനും കമ്മീഷൻ. ആര്? സ്വന്തം ഉടപ്പുറപ്പ്. യാ അല്ലാഹ്. അതുകൊണ്ട് മനുഷ്യൻ ഓടും നാളെ. എന്തിനെന്നറിയോ? ഇതൊക്കെ പകരം നാളെ അനുജൻ ചോദിക്കുമ്പോഴേ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ കൊടുക്കണം, അല്ലെങ്കിൽ അനുജൻ കൊടുക്കാനുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് പിന്നെ ദീനാറും ദിർഹമും റുപ്പീസും ഡോളറല്ല, കൊടുക്കുന്നത് അവിടെ ഹസനാത്തുകളാണ്. അത് കൊടുക്കാനില്ലാതെ ഇത് തീർന്നു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് പേടിച്ച് അനുജൻ ജ്യേഷ്ഠനിൽ നിന്ന് ഓടിമറയുന്ന ദിവസമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ. വാപ്പയോട്, ഉമ്മയോട് അനീതി ചെയ്തതിന് പകരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉമ്മയെ കണ്ടാലോടും, ഭാര്യയെ കണ്ടാലോടും, മക്കളെ കണ്ടാലോടും, അനീതി ചെയ്തതിൻ്റെ പേരിൽ.